അങ്ങനെ നമ്മുടെ അച്ഛമ്മ എല്ലാവരോടും തോട്ടത്തിൽ പോയിട്ട് പൂവൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് പൂക്കളൊക്കെ ഇടാൻ പറയുന്നുണ്ട്. എന്തായാലും സച്ചി രേവതിയും വർഷയും എല്ലാവരും കൂടിയും പോയിട്ട് പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പൂവൊന്നും പൊട്ടിക്കാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി ദേഷ്യപ്പെടേണ്ട അവനോട് പൂ പൊട്ടിക്കാത്തതുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും എല്ലാവരും പൂവൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട്, ഭംഗിയിലിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കൂടിയും കാളനും മോലനും അവിയലും എല്ലാതും ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കസാലക്കളിയും ലെമൺ ആൻഡ് സ്പൂണും ഒക്കെ കളിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ വർഷമാണെങ്കിൽ ലെമൺ സ്പൂണിൽ ഫസ്റ്റ് വരുന്നുണ്ട്. എല്ലാവരും കൈയൊക്കെ തട്ടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്, എല്ലാവരും സ്വീകരിക്കാൻ റെഡിയായി നിന്നോളാൻ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആരപ്പോൾ വരണത് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി ആണെങ്കിലോ അവരെ കാണുമ്പോൾ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. ടീച്ചർ അമ്മയെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അമ്മ അടുത്തേക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ സച്ചി കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സച്ചി ടീച്ചർ അമ്മോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, മറക്കാൻ പറ്റാത്ത ആൾക്കാർ, അതിൽ ആദ്യത്തെ സ്ഥാനമാണ് എൻ്റെ ടീച്ചർ അമ്മയുടെ എന്ന് പറയുന്നുണ്ട്. എന്നാലും ടീച്ചറമ്മ പറയുന്നുണ്ട്, നീ എല്ലാവരുടെ മുന്നിലും മിടുക്കനായിരുന്നു, കേമനായിരുന്നു, എല്ലാറ്റിലും നീ മുന്നിലായിരുന്നു, പഠിക്കാനും എല്ലാറ്റിലും. പക്ഷേ അന്ന് ആ സംഭവം ഉണ്ടായ ശേഷമല്ലേ നീ ഇങ്ങനെ ആയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയും ചന്ദ്രയും ആകെ ഞെട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നിങ്ങനെ വിചാരിച്ചിട്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.